ഹലോ, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ CBSE 10th ബോർഡ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ പാസ്സായതിനു ശേഷം അവരുടെ അടുത്ത ബിഗ് ടാസ്ക്കാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് സ്റ്റഡീസിൽ അവർ ഏത് സ്ട്രീം അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം എന്ന തീരുമാനം. അപ്പോൾ ചിലവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കാണും റിസൾട്ട് വരുന്നതിന് മുൻപേ. ബട്ട് സ്റ്റിൽ ദർ വുഡ് ബി സം സ്റ്റുഡൻസ് ഹു ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ചോയ്സ് ഓഫ് എ റൈറ്റ് കോഴ്സ്. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ആഫ്റ്റർ ക്ലാസ് 10th ഒരു റൈറ്റ് കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല. കാരണം ആ കോഴ്സാണ് അവരുടെ പ്രോസ്പെക്റ്റീവ് കരിയറിൽ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ കരിയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മളൊരു കെയർഫുൾ പ്ലാനിങ്, ഒരു വെൽ ഡിറക്ഷൻ പ്ലാനിങ് നമുക്ക് റിക്വയർഡ് ആണ്. അപ്പോൾ ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് ഫാക്ടറാണ് ഓരോ സ്റ്റുഡൻസിൻ്റെയും ആപ്റ്റിറ്റ്യൂഡ്, അവർക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ്സ്, മാർക്സ്, ഇതെല്ലാം. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഓരോ സബ്ജക്റ്റിലും അവർ കിട്ടുന്ന അല്ലെങ്കിൽ അവർ കാണുന്ന ഒരു ഇൻട്രസ്റ്റ് ആൻഡ് ഓരോ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള പർപ്പസ്, അവരുടെ എയിം മീറ്റ് ചെയ്യാനായിട്ട് അവർ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്, അതാണ് സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കാതെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, അതിനുശേഷം ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക ആൻഡ് ചൂസ് എ റൈറ്റ് കോഴ്സ് ഫോർ യു. 10th ഗ്രേഡിന് ശേഷം നിങ്ങൾക്ക് 2 മേജർ കരിയർ ഓപ്ഷൻസുകളാണ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് സ്കൂൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുക. അതായത് 10th ശേഷം ക്ലാസ് 11th ജോയിൻ ചെയ്യുക. അതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഒരു റെഗുലർ ബേസിലായിരിക്കും അത് പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയും. ഇതിനകത്ത് വൊക്കേഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസുകളാണ്, അതായത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസുകളായിരിക്കും. വളരെ കുറച്ച് സമയം മതി നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അത്രയും എക്സ്പെൻസ് നമുക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ജോബ് സെക്യൂർ ചെയ്യാനായിട്ടും സാധിക്കും. ഇതാണ് 2 മേജർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്കൂൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 3 സ്ട്രീംസുകളാണ് ക്ലാസ് 11th ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ ഫസ്റ്റ് സ്ട്രീമാണ് സയൻസ്, രണ്ടാമത്തെ സ്ട്രീമാണ് കൊമേഴ്സ്, മൂന്നാമത്തെ സ്ട്രീമാണ് ആർട്സ് ഓർ ഹ്യൂമാനിറ്റീസ്. ആദ്യം സയൻസ് സ്ട്രീമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ട്രീമാണ് ആൻഡ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ട്രീമാണ് ആൻഡ് ഏറ്റവും കൂടുതൽ കരിയർ ഓപ്ഷൻസ് അവൈലബിൾ ആയുള്ള സ്ട്രീമാണ് സയൻസ്. ആൻഡ് 11th ക്ലാസ്സിൽ നമുക്ക് 3 ബ്രാഞ്ചസ് ആണ് ഈ ഒരു സ്ട്രീമിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ, സെക്കൻഡ് വൺ നോൺ മെഡിക്കൽ ആൻഡ് തേർഡ് വൺ ബോത്ത് ഓഫ് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ. അപ്പോൾ മെഡിക്കൽ എന്ന പേര് തന്നെ ഇംപ്ലൈ ചെയ്യുന്നുണ്ട് ഇതൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. സോ ഈ ഒരു ബ്രാഞ്ചിൽ വരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. സോ PCB എന്നാണ് നമ്മൾ ആ ഒരു ബ്രാഞ്ചിനെ പറയുന്നത് ഷോർട്ടായിട്ട്. നോൺ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഇതിനെ ഷോർട്ടായിട്ട് PCM എന്ന് പറയും. ആൻഡ് ബോത്ത്, 2 മെഡിക്കലും നോൺ മെഡിക്കലും ഫീൽഡ് താല്പര്യപ്പെടുന്നവർ എടുക്കാവുന്ന ഒരു ഏരിയയാണ്, ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. PCMB 2 സബ്ജക്ട്സും അവർക്ക് കോർ സബ്ജക്റ്റായിട്ട് അവരുടെ ക്ലാസ് 11th 12th അവർക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. സയൻസ് സ്ട്രീമിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും കോമൺ ആയിട്ട് നിർബന്ധമായും നമ്മൾ എടുക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഒന്നാമത്തത് ഫിസിക്സ്, രണ്ടാമത്തത് കെമിസ്ട്രി ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു കമ്പൽസറി ലാംഗ്വേജ് സബ്ജക്റ്റും കൂടെയുണ്ട്, അതാണ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻസിൻ്റെ കൂടെ തന്നെയാണ് നമ്മളുടെ ഇൻട്രസ്റ്റിനും
ആൻഡ് നമ്മുടെ കരിയറിനും ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അടുത്ത സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. അതായത് മാത്തമാറ്റിക്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോൺ മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ മാൻഡേറ്ററി സബ്ജക്ട്സിൻ്റെ കൂടെ മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ മാൻഡേറ്ററി സബ്ജക്ട്സിൻ്റെ കൂടെ ബയോളജി ചൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇത് രണ്ടും വേണം, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റും കൂടെ ഉണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ സ്കൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സ്കൂൾസ് ഓഫർ ചെയ്യുന്ന ഓപ്ഷണൽ സബ്ജക്ട്സുകളായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതും നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഫൈൻ ആർട്സ്, സൈക്കോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അങ്ങനെ ഒത്തിരി ഓപ്ഷണൽ സബ്ജക്ട്സുകൾ സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് ആപ്റ്റാണെന്ന് തോന്നുന്ന ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി, ഇങ്ങനെ 3 ബ്രാഞ്ചസുകളാണ് നിങ്ങൾക്ക് സയൻസ് സ്ട്രീമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങളിതിൽ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. സയൻസ് സ്ട്രീമാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ PCM ആണോ, PCB ആണോ, PCMB ആണോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ഡിസിഷൻ ഇപ്പോൾ തന്നെ എടുക്കുക. അപ്പോൾ PCM ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, എൻജിനീയറിംഗ് മാത്രമല്ല കേട്ടോ, മെർച്ചൻ്റ് നേവി ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ് ആഫ്റ്റർ യുവർ ക്ലാസ് 12th ഗ്രേഡ്. ആൻഡ് PCB ആണെങ്കിൽ മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല ഉള്ളത്, ബയോടെക്നോളജി ഉണ്ട്, ബയോമെഡിക്കൽ സയൻസസ് ഉണ്ട്, ബയോ ഇൻഫോർമാറ്റിക്സ് ഉണ്ട്, അതുപോലെ എൻവയോൺമെൻറ്റൽ സയൻസസ്, മെറ്റീരിയൽ സയൻസസ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ, അങ്ങനെ ഒരുപാട് കരിയർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി PCMB എടുക്കുന്നവരുടെ ഒരു ശ്രദ്ധ, ഈ ഒരു കോഴ്സ് എടുക്കുന്നവർ ഒന്നല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് എൻജിനീയറിംഗ് രണ്ടും ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കലാണോ എൻജിനീയറിംഗ് ആണോ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള കരിയർ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു കൺഫ്യൂഷൻ ഉള്ളവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ ആണ് PCMB ചൂസ് ചെയ്യാനായിട്ട് സാധാരണ തീരുമാനിക്കാറ്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് ഇൻപുട്ടും നിങ്ങൾ PCMB എന്ന് പറയുന്ന ബ്രാഞ്ചിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഗുഡ് റിസൾട്ട് ആഫ്റ്റർ ദ 12th ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ എൻജിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിലൊരു മാർക്ക് കിട്ടി അതിനനുസരിച്ച് പോകാം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു എലക്റ്റീവ് ലാംഗ്വേജ് സബ്ജക്റ്റ് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്കൂൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഹിന്ദി, സംസ്കൃത്, ഫ്രഞ്ച് അങ്ങനെ ഒരുപാട് ലാംഗ്വേജസുകൾ ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം.
ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്ട്സുകൾ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സൈക്കോളജി, ഫൈൻ ആർട്സ്, ഡാൻസ്, മ്യൂസിക്, ഫാഷൻ സ്റ്റഡീസ് അങ്ങനെയുള്ള ഒരുപാട് ഇലക്റ്റീവ് സബ്ജക്റ്റ് കോമ്പിനേഷൻസും ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഫാഷൻ ഡിസൈനിങ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ ഡാൻസിങ്, ഡ്രോയിങ്, ആക്ടിങ് കോഴ്സസുകളൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹോട്ടൽ മാനേജ്മെൻറ്റിലും നിങ്ങൾക്ക് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുത്തുള്ളവർക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിവിൽ സർവീസ് എക്സാംസ്, അതുപോലെ IAS, IPS ആകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സ്ട്രീം ആയിരിക്കും ബെറ്റർ. സോ നിങ്ങൾ എൻ്റയർ കരിയർ ജേർണീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ഒന്നായിരിക്കും നിങ്ങൾ 10th ഗ്രേഡിന് ശേഷം ചൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രീം. അതുകൊണ്ട് തന്നെ മേക്ക് എ വൈസ് കരിയർ ചോയ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ 10th ഗ്രേഡിന് ശേഷം എന്തൊക്കെ വൊക്കേഷണൽ കോഴ്സസുകളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഏതെങ്കിലും കോഴ്സസിനെ കുറിച്ച് പറയണമെന്നോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.